നമുക്കൊരു നാച്ചുറൽ നൈറ്റ് ക്രീം റെഡിയാക്കാം കേട്ടോ. ഒരു രീതിയിലുള്ള കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് അതും വളരെ നാച്ചുറലായിട്ട് നമുക്ക് നൈറ്റ് ക്രീം റെഡിയാക്കാം. ഇത് എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളുടെ സ്കിൻ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നു, ഒത്തിരി ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, അൺഈവണാണ്, അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്ങിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമുക്ക് അതും അല്ല നല്ലപോലെ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്യാനും പെട്ടെന്ന് നല്ല ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി നൈറ്റ് ക്രീമാണ് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് നോക്കാം, എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നൈറ്റ് ക്രീമാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നൈറ്റ് ക്രീം കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ഏതാണെങ്കിലും നമ്മൾ നൈറ്റ് നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നമ്മൾ സ്കിൻ കെയർ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ സ്കിന്നിനെ നമ്മളൊരു എന്താ പറയുക ഒന്ന് ക്ലെൻസ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ ഒന്നും തന്നെ എടുക്കാത്ത ഒരാൾ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ എടുക്കാറില്ല, അല്ലെങ്കിൽ ഒരു ഡേ ക്രീം ഇതൊന്നും അപ്ലൈ ചെയ്യാതെ നമ്മൾ വെറുതെ ഒരു നൈറ്റ് ക്രീം മാത്രം കൊടുക്കുന്നത് കൊണ്ട് കാര്യമില്ല. ഞാനത് വീണ്ടും പറയുകയാണ്, പ്രോപ്പറായിട്ടുള്ള നമുക്ക് ആ ഒരു സിസ്റ്റം, അതായത് നമ്മുടെ ഒരു റൊട്ടീൻ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള ഒരു റൊട്ടീൻ, നമ്മളെപ്പോഴും അത് സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതും ഓരോ ഏജിനനുസരിച്ചിട്ടും, ഇപ്പോൾ 20 വയസ്സിലുള്ള ഒരാളുടെ ഒരു റൊട്ടീനല്ല നമ്മളൊരു 40 വയസ്സിലുള്ള ഒരാൾക്ക് വരുന്നത്, അതുപോലെ തന്നെ 30 വയസ്സിലുള്ള ഒരു റൊട്ടീനല്ല ഒരു 60 വയസ്സിലുള്ള ഒരാൾക്ക് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ ഏജിനനുസരിച്ചും നമ്മളുടെ സ്കിൻ ടെക്സ്ചർ നോക്കിയിട്ടും സ്കിന്നിനുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള റൊട്ടീനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോഴും എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള ഒരു റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്താണ് നമ്മളുടെ സ്കിൻ ടൈപ്പ്, എന്താണ് സ്കിന്നിൻ്റെ പ്രശ്നം, എൻ്റെ ഏജിനനുസരിച്ച് ഞാൻ എങ്ങനെയാണ് സ്കിൻ റൊട്ടീൻ എടുക്കേണ്ടത്, എന്ത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യേണ്ടത്, അതുമാത്രമല്ല പലരിലും ഞാൻ കണ്ടുവരുന്നത് പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ചാൽ പോലും അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പോലും അറിയാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പേഴ്സണൽ ഗൈഡൻസ് ഉണ്ട്. ഞാൻ 3 മാസം നിങ്ങളെ ഗൈഡ് ചെയ്യും. പ്രൊഡക്റ്റും നിങ്ങളുടെ സ്കിൻ നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. അപ്പോൾ 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ സ്കിന്നിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു ക്ലിയർ സ്കിൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിന് ഞാൻ കൂടെ ഉണ്ടാവും. കറക്റ്റായിട്ട് എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ സ്കിൻ അനലൈസ് ചെയ്തുകൊണ്ട് സ്കിന്നിന് കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് പറഞ്ഞെന്ന് അത് മേടിച്ചതിന് ശേഷം അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞെന്ന് എല്ലാ ദിവസവും നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളും നോക്കി കറക്റ്റ് ചെയ്തുകൊണ്ട് സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള റൊട്ടീൻ എന്താണെന്നോ, എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടത് എന്താണെന്നോ, സ്കിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ മേടിക്കുന്നുണ്ട്, ഒത്തിരി പൈസ നമ്മൾ അതിനു വേണ്ടി തന്നെ കളയുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് പോകുന്നവരുണ്ട്, ഒരുപാട് ക്ലിനിക്കിലൊക്കെ ട്രീറ്റ്മെൻറ്റ്, എന്നിട്ടും റിസൾട്ട് ഇല്ലാതെ വരുന്ന എത്രയോ പേരെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഡയറക്റ്റായിട്ട് നമ്മൾ ഒരു സ്കിന്നിന് നമ്മൾ ഒന്നും ചെയ്യാത്ത ഒരാൾ ഒരു പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരു ട്രീറ്റ്മെൻ്റ് അല്ല എടുക്കേണ്ടത്. നമ്മൾ ബേസിക് റൊട്ടീൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയണം, നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കും അതുപോലെ കറക്റ്റായിട്ട് സ്കിൻ കെയർ കാര്യങ്ങൾ പ്രോപ്പർ അറിയണം, കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് അറിയണം, നിങ്ങളുടെ സ്കിന്നും ക്ലിയർ ആവണം. ഒരു ക്ലിയർ സ്കിൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. 3 മാസത്തേക്ക് 5000 ആണ് നമുക്ക് എൻ്റെ ഫീ വരുന്നത്. താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. കാരണം ഇതിനകത്ത് ഒരുപാട് പേര് വെച്ചാൽ ഫീസ് ഉണ്ടെന്നൊക്കെ. ഫീസ് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മളുടെ ടൈമാണ് ഇവിടെ തരുന്നത്. 3 മാസമാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത്. കാരണം ഞാൻ അത്രയും പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ എത്ര പ്രശ്നമാണെങ്കിലും ശരി അത് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മളുടെ നൈറ്റ് ക്രീം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ ക്യാരറ്റ് ജ്യൂസ് എടുക്കുക. ക്യാരറ്റ് ജ്യൂസ് നമുക്കറിയാം ഒരുപാട് കാര്യം, നമുക്ക് ക്യാരറ്റ് പല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ, നമ്മൾ ഈ പപ്പായ പോലെ തന്നെ ക്യാരറ്റ് നമുക്ക് എന്താ പറയുക നമ്മുടെ സ്കിൻ ഗ്ലോ കിട്ടാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ക്യാരറ്റ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. സോ അപ്പോൾ ക്യാരറ്റ് ജ്യൂസാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. അതും 1 ടീസ്പൂൺ ക്യാരറ്റ് ജ്യൂസ് എടുക്കുക.
എടുക്കുക. അതിലേക്ക് നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ അലോവേറ, അല്ലെങ്കിൽ നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്ലാക്സ് സീഡ് ജെല്ലാണ്. ചില ആൾക്കാർക്ക് അലോവേറ അത്ര സ്കിന്നിന് ഓക്കെ ആവണമെന്നില്ല. അതായത് അലോവേറ ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് അലർജിക് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ കേട്ടോ. അതും ഞാൻ നിർബന്ധമായിട്ട് പറയാണ്. സ്കിന്നിന് എന്തെങ്കിലും ഇറിറ്റേഷൻ ആവുന്നുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്കിന്നിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഒരു 10 to 15 മിനിറ്റ് വയ്ക്കുക. എന്ത് പാക്ക് ഇടുമ്പോഴും അവിടെ എന്തെങ്കിലും ചൊറിച്ചിലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാച്ച് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രം ചെയ്യണം. അതും മാത്രമല്ല, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പ്രൊഡക്റ്റ്, അതായത് സെൻസിറ്റീവ് സ്കിന്നുകാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അല്ലാതെ ഇപ്പോൾ നമ്മൾ നോർമലാണ്, നമ്മൾ സാധാരണ എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അതല്ല, സ്കിൻ ഭയങ്കരമായിട്ട് എന്ത് പ്രൊഡക്റ്റ് ഇട്ടാലും ഭയങ്കര അലർജിക് ഇഷ്യൂസൊക്കെ ഉള്ളവർ എപ്പോഴും പാക്ക് ഇടുമ്പോൾ നമ്മളിതുപോലെ ഒരു പാച്ച് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. നെക്സ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ ആൽമണ്ട് ഓയിലായിട്ട് എടുക്കുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഗ്രേപ്പ് സീഡ് ഓയിൽ ഉണ്ടല്ലോ അതെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് പംകിൻ സീഡ് ഓയിൽ ഒക്കെ കിട്ടും. സോ അത് നമുക്ക് എടുക്കാം. 1 ടീസ്പൂണാണ് നമുക്കത് വേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളെടുത്തത് ക്യാരറ്റ് ജ്യൂസാണ്. 1 ടീസ്പൂൺ ക്യാരറ്റ് ജ്യൂസ് എടുത്തു. അതിലേക്ക് നമ്മൾ കുറച്ച് അലോവേറ അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ജെല്ല് എടുക്കാം. ഫ്ലാക്സ് സീഡ് ജെല്ല് നല്ല റിസൾട്ടാണ്. സോ ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഒന്നുകിൽ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് 1 ടീസ്പൂൺ എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അലോവേറ എടുത്താൽ മതി. നെക്സ്റ്റ് നമുക്ക് പംകിൻ സീഡിൻ്റെ ഓയിൽ എടുക്കാം, അതല്ലെങ്കിൽ നമ്മൾക്ക് ഗ്രേപ്പ് സീഡ് ഓയിൽ എടുക്കുക, അതല്ലെങ്കിൽ നമ്മളുടെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ എടുക്കുക, 1 ടീസ്പൂൺ എടുക്കുക. ദെൻ അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ഗ്ലിസറിൻ എടുക്കുക. ഗ്ലിസറിൻ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്കിൻ ഭയങ്കര ഡ്രൈ ആണെങ്കിൽ മാത്രമേ ഗ്ലിസറിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണാണ് എടുക്കാൻ പറഞ്ഞത്. 1/2 ടീസ്പൂൺ പോലും എടുക്കരുത്, 1/4 ആണ് വേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂൺ ഗ്ലിസറിനും കൂടി എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ക്ലിയർ ആയിട്ടുള്ള ഫേസിലാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്ലൈ ചെയ്തിട്ട് ഡെയിലി നൈറ്റ് നിങ്ങൾ കൂടുതൽ എടുക്കുവാണെങ്കിൽ അപ്പോഴും നമുക്ക് ട്രീറ്റ്മെൻറ്റുകളൊക്കെ പോകുന്നത് നൈറ്റിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റിൽ ഇത് ചെയ്യാം, മോർണിംഗിൽ വാഷ് ചെയ്യുക. കാരണം ഒരുപാട് പേര് ചോദിച്ചത് പോയി അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയണമെന്നുള്ളത് വേണ്ട. നമ്മൾ നൈറ്റ് ക്രീമായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് മോർണിംഗിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് ഭയങ്കര റിസൾട്ടാണ്. കാരണം ഇത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. സ്കിൻ പെട്ടെന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതിൻ്റെ കൂടെ നമ്മളുടെ റൊട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് 40+ ഉള്ളവരുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങൾക്ക് ഞാൻ കൂടെ ഉണ്ടാവും. 3 മാസത്തെ ഗൈഡൻസ് ആണ്. അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, 40+ ഉള്ളവർക്ക് മാത്രമാണോ മാം ഇത് കൊടുക്കുന്നത്, അതിൽ കുറവുള്ളവർക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിൽ പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു റൊട്ടീൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും. പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞുതരും. അതുപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നിങ്ങളുടെ സ്കിന്നിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നല്ലൊരു നൈറ്റ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇത് ആഴ്ചയിൽ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു 2-3 ദിവസത്തേക്കൊക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും മാറ്റാന്നേ. 7 ദിവസം വരെ വെക്കണം എന്നൊന്നുമില്ല. അത്രയ്ക്കുള്ളതൊക്കെ ചെയ്തിട്ട് ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇത് മാറ്റി ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പക്ഷേ 7 ഡേയ്സ് വരെയും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മൾ ഇത് നല്ല സൂപ്പർബായിട്ടുള്ളൊരു നൈറ്റ് ക്രീമാണ്. ചെയ്തിട്ട് എന്നെ അറിയിക്കണം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കണം, എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇനിയും ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഗൈഡൻസ് വേണമെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറുണ്ട്, മെസ്സേജ് ചെയ്യുക. താങ്ക് യു, ബൈ.